നെടുമങ്ങാട് മന്നൂർക്കുണം എന്ന ഭാഗത്തേക്ക് രാവിലെ ഒരു ഊബറിന്ന് ഓട്ടം കിട്ടിയതാണ്. തമ്പാനൂരിൽ നിന്നുള്ള ഓട്ടമാണ്. അപ്പോൾ അവിടെ കൊണ്ട് കസ്റ്റമറെ ഡ്രോപ്പ് ചെയ്ത ശേഷം ആ ഭാഗത്തേക്കാണ് അങ്ങോട്ട് പോകുമ്പോഴാണ് ഒരു ഹലുവ, കുറച്ച് 2 ഹലുവ കടലുണ്ട്. അപ്പോൾ ഹലുവ വാങ്ങാമെന്നുള്ള രീതിയിലാണ് ഇങ്ങോട്ട് പോകുന്നത്. മന്നൂർക്കുണത്തുനിന്ന് തോട്ടുമുക്ക് ആ ഭാഗത്തേക്ക് പോവുകയാണ് ഹലുവ വാങ്ങാൻ വേണ്ടി. ഞാൻ നെടുമങ്ങാട് ഈ റൂട്ടിലൊക്കെ ഓട്ടം വരുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഹലുവ വാങ്ങാറുണ്ട്. അവിടെ നല്ല ടേസ്റ്റുള്ള സോഫ്റ്റായിട്ടുള്ള ഹലുവ കിട്ടും. അങ്ങനെ അവിടെ നിന്നൊരു 3 കിലോമീറ്ററോളം ആണ് യാത്ര ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങോട്ട് പോയി ഹലുവ വാങ്ങാനുള്ള യാത്രയിലാണിപ്പോൾ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു പ്രാവശ്യം പൊന്മുടി അങ്ങോട്ട്, പൊന്മുടിയല്ലല്ലോ, അതെ, പൊന്മുടി പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്കാണ് ഇങ്ങനെ ഹലുവ കട ഇങ്ങനെ യാദൃശ്ചികമായി ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെ ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് കരുതി അവിടെ നിന്ന് ഹലുവ വാങ്ങിയിട്ടുണ്ട്. മുമ്പ് വാങ്ങിയതല്ല, അഫ്സൽ ഹൽവ കടയിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഹലുവ കട വഴിയിൽ കണ്ടു. അങ്ങനെ തിരിച്ച് യൂട്ടേൺ എടുത്ത് ഹലുവ കടയുടെ നേരേക്ക് പോവുകയാണ്. അഫ്സൽ ഹലുവ കട ഇപ്പോൾ ക്ലോസ്. രാവിലെയാണ്, ഇപ്പോൾ 7 മണി ആയതേ ഉള്ളൂ. 7 മണി ആയില്ല, 6:30 ആയതേ ഉള്ളൂ. അപ്പോൾ അത് തുറന്നിട്ടില്ല. അപ്പോൾ അടുത്ത് വേറൊരു ഹലുവ കട കണ്ടു, SPR അങ്ങനെ എന്തുകൊണ്ട് പേര്. അപ്പോൾ അവിടേക്ക് തിരിച്ചു പോവുകയാണ്. അവിടെ നിന്ന് ഹലുവ വാങ്ങാമെന്നുള്ള, ഇപ്പോൾ 2 പ്രാവശ്യം അഫ്സലിൽ നിന്ന് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓക്കെയാണ്. അപ്പോൾ ഇന്ന് അടുത്ത അല്പം ഒന്ന് മാറ്റി പിടിക്കാം. SBR ഹലുവ കട, അവിടെ നിന്നാണ് ഇപ്പോൾ ഹലുവ വാങ്ങാൻ പോകുന്നത്. ഹലുവ ഉണ്ടോ? അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു തട്ടുകടയുണ്ട്. അപ്പോൾ അവിടുത്തെ ഉമ്മാടുത്ത് ചോദിച്ചപ്പോൾ തുറന്നിട്ടില്ല, പക്ഷേ തുറന്ന് എടുത്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഇറങ്ങി ഞാനത് വാങ്ങാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇതാണ് SBR ഹൽവ കട. തോട്ടുമുക്ക് എന്ന ഭാഗത്താണ് ഈ കട സ്ഥിതി ചെയ്യുന്നത്. എല്ലാം ഉണ്ടല്ലേ, ഹൽവയും കേക്കും ഒക്കെ. ഏതൊക്കെയുള്ള അരിയുണ്ടോ? ഞാൻ ചെന്ന സമയം അരിയുടെ ഹൽവ ഇല്ലായിരുന്നു, മൈദയുടെ ഹൽവ മാത്രമേ ഉള്ളൂ. അരി ഹൽവ ഉണ്ടാക്കുന്നതേ ഉള്ളൂ, സമയം എടുക്കുമെന്ന് പറഞ്ഞു. എന്തായാലും രണ്ട് ജാതി കറുത്ത ഹലുവ വാങ്ങി. അവിടെ ഹലുവ മാത്രമല്ല, മറ്റു ബേക്കറി ഐറ്റംസും ഉണ്ട്. അപ്പോൾ ഞാൻ ഹലുവയും കേക്കും, വെട്ട് കേക്കും വാങ്ങി തിരിച്ചു പോവുകയാണ്. ഹലുവ മൈദ 160, മറ്റേത് എത്രയാണ്? മൈദ ഹൽവ കറുപ്പ് സാധാ 160, എള്ളുള്ളത് 260, അങ്ങനെയാണ് റേറ്റ്. ഞാൻ ആദ്യമേ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. ഓക്കെ, സോഫ്റ്റ് ഉണ്ട്, സൂപ്പറാണ്, ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വാങ്ങി വീട്ടിൽ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതാണ് അടുത്ത കട, അഫ്സൽ ഹൽവ കട. അത് തുറന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു വളവിനെ നമുക്ക് വേണമെങ്കിൽ ഹൽവ വളവ് എന്ന് വേണമെങ്കിലും വിളിക്കാം. ഹൽവയ്ക്ക് ഫേമസ് ആയ ഒരു സ്ഥലമാണിത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയുക.